ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു സ്പാഗറ്റിയും ഒരു ടെറിയാക്കി ചിക്കനും ചെയ്ത് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇത് ഞാൻ ഈസി ആയിട്ട് റെഡിയാക്കി എടുത്തൊരു ഡിന്നറാണ്. ഇത് ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ചിക്കനിൽ സോസൊക്കെ ചേർത്തിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിൻ്റെ സോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ചതച്ച മുളക്, കുരുമുളക് പൊടി, ബ്രൗൺ ഷുഗർ, സോയ സോസ്, ഇഞ്ചി, വെളുത്തുള്ളി, വെളുത്ത എള്ള് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഗാർലിക് പൗഡറും ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡറും കൂടി ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഉപ്പ് കുറച്ച് ഇപ്പോൾ ചേർത്താൽ മതി, കാരണം ആ സോസിലും ഉപ്പൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഈ ചിക്കനിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ചിക്കൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ അതിൻ്റെ മാരിനേഷൻ പോകാനായിട്ട് ഇത് സഹായിക്കും. ഇതുപോലെ 2 സൈഡിലും ഇത് നമ്മുടെ മിക്സ് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ബാക്കി എല്ലാ പീസുകളും ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതിൻ്റെ സോസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ ബട്ടറും 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിപ്പം ഒരു 1/4 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഇട്ട് കൊടുക്കുന്നത്. ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ഇനി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. 1 കപ്പോളം സോയ സോസ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലോ സോഡിയം സോയ സോസ് അല്ല, അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ 1/2 കപ്പോളം വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. പിന്നീട് ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും 1 ടീസ്പൂണോളം ചതച്ച മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സെസമി ഓയിലും 1 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇച്ചിരി വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ നിന്ന് 2 ടീസ്പൂൺ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തിക്നെസ്സിൻ്റെ ആവശ്യം അനുസരിച്ച് നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം വെളുത്ത എള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. കോൺഫ്ലവർ കലക്കി വെച്ചിരുന്ന മിക്സിയിൽ നിന്ന് വീണ്ടും ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം റൈസ് വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പോലെ സാധാ വിനെഗർ ചേർത്ത് കൊടുത്താലും മതി. ഇത് ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഹണി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടൈമിൽ ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഇതിലേക്ക് വീണ്ടും ഒരു 1/4 കപ്പോളം പഞ്ചസാരയും ഏകദേശം 1/2 കപ്പോളം വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, കാരണം നമ്മൾ ഫുൾ സോയ സോസാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾ ലെസ് സോഡിയമാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. അങ്ങനെ നമ്മുടെ ടെറിയാക്കി സോസ് റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്ത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ഒക്കെ ചെയ്ത് സോസൊക്കെ തേച്ച് പിടിപ്പിച്ച നമ്മുടെ ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 1 to 2 മിനിറ്റ്സോളം വെച്ച് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്ത് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് കവർ ചെയ്ത് വെച്ച് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് 2 സൈഡിലും തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്പാഗറ്റി ഉണ്ടാക്കാൻ തുടങ്ങാം. നിങ്ങളുടെ പാക്കേജ് ഇൻസ്ട്രക്ഷനിൽ ഉള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് ആ സ്പാഗറ്റി കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഈ സ്പാഗറ്റിയിലേക്ക് കുക്ക് ചെയ്യാൻ നേരം ഇച്ചിരി ഉപ്പും ഇച്ചിരി ഓയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്ത് മുഴുവൻ വെള്ളവും കളയാതെ 1 കപ്പോളം നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടറും ചേർത്ത് ഇതൊരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവേ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വീതം ഒറിഗാനോയും ഇറ്റാലിയൻ സീസണിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ കുക്ക് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചിരുന്ന പാസ്തയിലെ വെള്ളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിക്കൻ ബ്രോത്ത് ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ പൗഡർ 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ പൗഡറിൽ ഓൾറെഡി സോൾട്ട് ഉള്ളതുകൊണ്ട് ഞാൻ അഡീഷണൽ സോൾട്ട് ഇട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഞാൻ ഈ ടൈമിൽ ഒരു 1/2 കപ്പോളം പാർമെസാൻ ചീസ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്പാഗറ്റി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം.
നിങ്ങൾക്ക് പാഴ്സ്ലി ലീവ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. സെർവ് ചെയ്യാൻ നേരം ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ചെഡാർ ചീസും കൂടി ഇട്ട് കൊടുത്ത് നിങ്ങൾക്ക് ഒന്നുകിൽ ഇത് മൈക്രോവേവ് ചെയ്യാം. ഞാൻ ഓവനിൽ ഒരു 3 to 4 മിനിറ്റ്സോളം ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇത് കുക്ക് ചെയ്ത് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈസി ആയിട്ട് നമ്മളൊരു സ്പാഗറ്റിയും ടെറിയാക്കി ചിക്കനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.